ചവിട്ടി പുറത്താക്കിയാലും ഇനി UDF-ലേക്ക് മടങ്ങില്ല. വാക്കുകൾ ജോസ് കെ മാണിയുടേതാണ്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിനോട് സംസാരിക്കവേ ആണ് ജോസ് കെ മാണി ഇങ്ങനെ പറഞ്ഞത്. എന്താണ് ജോസ് കെ മാണി ഇങ്ങനെ പറയാൻ കാരണം? ഈ പറഞ്ഞതുപോലെ UDF-നോട് അത്ര വിരോധം എന്തുകൊണ്ടാണ്? കാരണം അറിയാലോ, അവിടെ ഇദ്ദേഹത്തിൻ്റെ ഭാഗമായി നിന്ന് തന്നെ ഒരു കുറച്ച് ഭാഗമുണ്ട് മറോ സൈഡിൽ. അത് ജോസഫ് വിഭാഗമാണ്. ജോസഫ് വിഭാഗം അവിടെ വലിയ രീതിയിൽ കരുത്താർജിച്ചിട്ടുണ്ട്. അത് നാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഇവരുടെ തന്നെ സിറ്റിംഗ് സീറ്റായിരുന്നല്ലോ ഈ കോട്ടയം. അവിടെ ഈ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട്, ജോസ് കെ മാണി വിഭാഗത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ അവിടെ ജോസഫ് വിഭാഗം ജയിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. അങ്ങനെ പല കാരണങ്ങളാണ്. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും പറയുന്നത് ജോസ് കെ മാണി ഉടൻ തന്നെ UDF-ലേക്ക് പോകുമെന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. അത് പല പ്രതിസന്ധികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇതാണ്: ജോസഫ് വിഭാഗം അവിടെ കരുത്താർജിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ മാണി വിഭാഗം അങ്ങോട്ട് പോയാൽ അവർ അംഗീകരിക്കാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ആകുമ്പോൾ തന്നെ ഒന്നാമനാര് രണ്ടാമനാര് എന്നൊരു തർക്കമുണ്ടല്ലോ. കാരണം ഈ KM മാണിയുമായി ഒരുമിച്ച് പ്രവർത്തിച്ച ആളാണല്ലോ ജോസഫ് വിഭാഗം. ആ വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇപ്പോഴും അവിടെ ജീവനോടെ ഉണ്ട്. അദ്ദേഹം സജീവമാണ്. പക്ഷെ ജോസ് കെ മാണി പോകുമ്പോൾ എത്രത്തോളം അവിടെ സ്വീകാര്യത കിട്ടുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ LDF-യുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം UDF-ലേക്ക് മറുകണ്ഠം ചാടുകയാണെങ്കിൽ ഈ പാർട്ടി തന്നെ പിളരാനുള്ള സാധ്യതയുണ്ട്. നാം പലതവണ കണ്ടിട്ടുണ്ടല്ലോ. RSP എന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ. RSP തന്നെ അവിടെ ഉണ്ടായിരുന്ന കോവൂർ കുഞ്ഞുമോൻ ഇപ്പോൾ LDF പാളയത്തിൽ തന്നെ ഉണ്ടല്ലോ. RSP UDF-ൽ വന്നിട്ട് പോലും ഒരു MLA അവിടെ ആ ഭാഗത്തുണ്ട്. ആ രീതിയിൽ തന്നെ കൃത്യമായി പിളർത്താൻ എന്തായാലും LDF-ന് അറിയാം. അതും ജോസ് കെ മാണി ഭയപ്പെടുന്നുണ്ട്. ആ രീതിയിലാണ്. അതായത് കേരള കോൺഗ്രസ് വീണ്ടും പിളരും എന്നൊരു ഭയം ജോസ് കെ മാണിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഘടനാപരമായി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയാണ് അടൂർ പ്രകാശ് നെഞ്ചും വിരിച്ച് വിളിക്കുന്നത്, അങ്ങോട്ട് വരൂ, ഞങ്ങളാണ് അടുത്ത അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന്. എങ്ങനെയാണ് കോൺഗ്രസിന് സ്വാധീനം, എന്താണ് നിലമ്പൂരിൽ സ്വാധീനം ഇരിക്കുന്നത്? അവിടെ കൃത്യമായി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വീടാനന്തരം കയറി ഇറങ്ങി വോട്ട് പിടിച്ചത് കൊണ്ട് നിലമ്പൂരിൽ അവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അവർ ഇപ്പോൾ തെക്കൻ കേരളത്തിലോ മധ്യ കേരളത്തിലോ ഒരു വിജയം കൊയ്തിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജോസ് കെ മാണി ചിലപ്പോൾ അതും കാത്തിരിക്കുകയാണ്. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നോക്കാമെന്നൊരു ചിന്തയും കാണും. എന്തായാലും പൂർണ്ണമായി തന്നെ ജോസ് കെ മാണി വിഭാഗം LDF വിട്ട് UDF-ലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ അവർ കൂടുതലായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ LDF എന്തായാലും ചിലപ്പോൾ ഈ RSP ഉൾപ്പെടെയുള്ള പാർട്ടികളെ തങ്ങളിലെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും നടത്തും. ഒരു കാലത്ത് സോളാർ സമര കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഈ LDF-ന് വേണ്ടി ബാധിച്ചത് പ്രേമചന്ദ്രൻ അടക്കമുള്ള RSP നേതാക്കളായിരുന്നു, അസീസ് ഉൾപ്പെടെയുള്ള അല്ലെ, ആ നേതാക്കളായിരുന്നു ആ രീതിയിൽ മുന്നോട്ട് പോയത്. അങ്ങനെ കൂടുതലായി LDF-നെ UDF ശല്യം ചെയ്യുകയാണെങ്കിൽ RSP അടക്കമുള്ള പല നേതാക്കളെയും തങ്ങളിലെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും നടത്തും. അതാണ് നോക്കാനുള്ളത്. ഈ കോൺഗ്രസ് ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും തമാശയുള്ള കാര്യം CPI ഉൾപ്പെടെ സ്വാഗതം ചെയ്യുകയാണ്. CPI-യും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസും എല്ലാവരും ഞങ്ങളുടെ പാളയത്തിലേക്ക് വരൂ എന്നാണ് പറയുന്നത്. ഇനി നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ അറിയാം അവിടെയുള്ള തമ്മിത്തല്ലുകൾ. മുസ്ലിം ലീഗ് ഈ പോക്കാണെങ്കിൽ 50% സീറ്റ് ചോദിക്കും അല്ലെ, ആ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ സീറ്റ് കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. പിന്നീടാണ് പുറത്തു നിന്ന് വരുന്ന RSP-യും കേരള കോൺഗ്രസും CPI-യും അടക്കമുള്ള പല പാർട്ടികളെ സ്വാധീനം ചെയ്യുന്നത്. പക്ഷെ മറുഭാഗത്താണെങ്കിൽ അവർ എന്തെല്ലാം പറഞ്ഞാലും ഇടതു മുന്നണി ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വലിയ പ്രതിസന്ധിയൊന്നുമില്ല. ഈ ജോസ് കെ മാണി വിഭാഗവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇവർ എന്നും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. ആ പരിഗണന ലഭിക്കുന്നില്ല എന്ന രീതിയിലുള്ള പരാമർശങ്ങളും പ്രസ്താവനകളും ഉണ്ടായിട്ടുണ്ട്. ഈ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അത്തരം വിവാദങ്ങളൊന്നും കാണുന്നില്ല. അവിടെ കൃത്യമായി തന്നെ പരിഗണന അവർക്ക് ലഭിക്കുന്നുണ്ട്. അവർ ആഗ്രഹിച്ച മന്ത്രിസ്ഥാനം തന്നെ അവർക്ക് നൽകുന്നുണ്ട്. ആ രീതിയിൽ കൃത്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മറിച്ച് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഈ ഇടക്കാലത്ത് തന്നെ VD സതീശനുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം വന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റികളിൽ അവർ തുറന്നു പറയുകയാണ്, ഞങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നില്ല, VD സതീശൻ മുസ്ലിം ലീഗിനെ പരിഗണിക്കുന്നില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നത് കണ്ടു. അവിടെയാണ് എന്തായാലും ഈ തർക്കങ്ങളും സംഘർഷങ്ങളും ഈ തമ്മിലടികളും ഉണ്ടാകാനുള്ള സാധ്യത. എന്തിനാണ് കേരള കോൺഗ്രസുകളും ഈ ഘടകകക്ഷികളും അടിയാകും മുമ്പ് തന്നെ, സംഘർഷം ആകും മുമ്പ് തന്നെ അവിടെ ക്യാപ്റ്റനും മാനേജറും തമ്മിൽ യുദ്ധം തുടങ്ങി.
ആ യുദ്ധം ഇനി എവിടെ പോയി അവസാനിക്കുമെന്ന് നാം കണ്ടിരുന്ന് അറിയണം. ഇപ്പോൾ തന്നെ ഹൈക്കമാൻഡ് അടക്കമുള്ളവർ ഇടപെട്ടു എന്നാണ് പറയുന്നത്. കാരണം ഇത് പട്ടാളക്കാർ തമ്മിലുള്ള ഒരു പട്ടാള അട്ടിമറി ഉണ്ടാകുമോ എന്ന ഭയപ്പാടാണ് അല്ലെ, ആഭ്യന്തര കലഹം. ഇനി നാം പാകിസ്ഥാനിലും മറ്റു പല രാജ്യങ്ങളിലും കണ്ടിട്ടുണ്ട് ഈ പട്ടാള അട്ടിമറിയിലൂടെ ഇനി കോൺഗ്രസിന്റെ ഭരണം ഇത് ആര് പിടിച്ചെടുക്കുമെന്നാണ് കേരളം കാത്തിരിക്കുന്നത്. അതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. എല്ലാ കാലത്തും തമ്മിലടിക്കുക, പരാജയപ്പെടുക. ഈ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഞങ്ങൾ 100 സീറ്റിലേക്ക് വിജയിച്ച് കയറുമെന്നാണ്. ഈ 100 സീറ്റിൽ വിജയിച്ച് കയറിയിട്ട് തന്നെ 20 വർഷം കഴിയുന്നുണ്ട്. 2001 ആന്റണിയുടെ അല്ലെ ആ സമയത്തായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനുശേഷം കേരള രാഷ്ട്രീയം തന്നെ പൂർണ്ണമായി മാറിയിട്ടുണ്ട്. BJP എന്ന വലിയ ശക്തിയുടെ വളർന്ന് പന്തലിക്കുകയാണ്. തൃശ്ശൂരിൽ തന്നെ നാം കണ്ടതാണല്ലോ. കൃത്യമായി തന്നെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരവും കൊല്ലവും പത്തനംതിട്ടയും അടക്കമുള്ള മധ്യ കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ ഇനി അവരെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ ഒരു പാർട്ടിക്കും കഴിയില്ല. അതോടൊപ്പം തന്നെ കാസർഗോഡ് നോക്കുകയാണെങ്കിലും മഞ്ചേശ്വരം അടക്കം കാസർഗോഡ് പല മണ്ഡലങ്ങളിലും അവർ തുടർച്ചയായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ വി.ഡി. സതീശന് 100 സീറ്റ് പിടിക്കുമെന്ന് പറയുന്നു. നിയമമണ്ഡലം പിടിക്കാൻ കഴിയുമോ? കഴക്കൂട്ടത്തേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയുമോ? ഒരു കാലത്ത് ഈ ഇദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു MLA അവിടെ ഉണ്ടായിരുന്നു. അത് കഴക്കൂട്ടത്തിൽ നിന്നുള്ള MLA ആയിരുന്നു. വട്ടൂർക്കാവിൽ MLA ഉണ്ടായിരുന്നു. ആ രീതിക്ക് ആ പ്രദേശത്ത് തന്നെ ഇനി തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ആ സതീശനാണ് പറയുന്നത് 100 സീറ്റ്. ഈ 100 സീറ്റ് പിടിക്കണമെങ്കിൽ ഒരു 30 സീറ്റും ഇവർ നേടേണ്ടി വരും. മുസ്ലിം ലീഗ് അവർക്ക് ചിലപ്പോൾ സീറ്റുകൾ ലഭിക്കും. ഈ പറയും പോലെ ആ 100ന്റെ കണക്കിൽ 25-30 സീറ്റ് വേണമെങ്കിൽ ഈ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നേടാൻ. അല്ലാതെ ഈ കോൺഗ്രസിന് എവിടെ നിന്നാണ് സീറ്റ് ലഭിക്കാൻ പോകുന്നത്? തെക്കൻ കേരളത്തിൽ നിന്ന് ലഭിക്കുമോ അതോ മധ്യ കേരളത്തിൽ നിന്ന് ലഭിക്കുമോ? ആകെയുള്ളത് ഈ മലബാർ മേഖലയിൽ. മലബാർ മേഖലയിൽ ലീഗിന്റെ പച്ചയിൽ. അതോടൊപ്പം തന്നെ മലബാർ മേഖല നമുക്ക് ലീഗിനെ മാത്രമായി ചുരുക്കി കാണാൻ പറ്റില്ല. ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. കണ്ണൂരിൽ എത്ര മണ്ഡലങ്ങൾ അവർക്ക് നേടാൻ കഴിയും അല്ലെ? അതോടൊപ്പം തന്നെ കോഴിക്കോട്, കാസർഗോഡേക്ക് പോകുമ്പോൾ മഞ്ചേശ്വരവും കാസർഗോഡും ഒഴികെയുള്ള മണ്ഡലങ്ങൾ നാം പരിശോധിക്കുമ്പോൾ കൃത്യമായി തന്നെ LDF ആ മണ്ഡലങ്ങളിൽ ഈ പാർട്ടി ജയിക്കുന്ന CPM ജയിക്കുന്നത് 20,000-വും 40,000-ത്തിനും ഇടയ്ക്ക് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലങ്ങളിലേക്കാണ് കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള ക്യാപ്റ്റൻ പറയുന്നത് ഞങ്ങൾ 100 സീറ്റിലേക്ക് ജയിക്കുന്നു. CPM-നെ പരാജയപ്പെടുത്തുകയാണ്. എങ്ങനെ പരാജയപ്പെടുത്താൻ? TV-യിൽ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ അവസാനം ഇത് പറയേണ്ടി വന്നല്ലോ. എന്താണ്? ഈ യുവാക്കളുമായി ബന്ധപ്പെട്ട് റീൽസ് നേതാക്കളാണ് കൂടുതൽ. അതെ, റിയൽ വർക്കേഴ്സ് അല്ല, റിയൽ വർക്കേഴ്സ് ആണ് കൂടുതൽ. ആകെ വിജയിച്ചത് ഈ പാലക്കാടാണ്. പാലക്കാട് എന്തായാലും BJP-യെ പരാജയപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ഈ പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവിടെ രാഹുൽ മാങ്കൂട്ടം ജയിച്ചത്. നമുക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ ഈ റീൽസ് വർക്ക് ചെയ്ത് നടന്നൊരു നേതാവായിരുന്നു ശബരിനാഥ്. ഇപ്പോൾ ശബരിനാഥ് എവിടെയാണ്? ഇതുപോലൊരു ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയമായിരുന്നു. വലിയ വിജയവുമായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കുന്നു. ഇപ്പോൾ ആ മണ്ഡലത്തിന്റെ അവസ്ഥയോ? ആ മണ്ഡലം ഇനി തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരം കോൺഗ്രസിനുണ്ടോ? ആ രീതിയിലാണ് യുവ നേതാക്കൾ റീൽസിലൂടെ വളർന്നു വരികയും അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ CPM ആണെങ്കിൽ അവരുടെ യുവ നേതാക്കളെ അവർ അവിടെ വിജയിപ്പിച്ചെടുക്കുമ്പോഴും അവർ ലക്ഷ്യമിടുന്നത് ആ പ്രദേശത്തെ പാർട്ടിയുടെ സംഘടനയെ ശക്തിപ്പെടുത്താനാണ്. ആ സംഘടനയെ ശക്തിപ്പെടുത്തി മറ്റാരവിടെ നിന്നാലും അവർക്ക് വിജയിച്ച് കയറാൻ കഴിയും. ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെ ഒരു കഴിവ് കോൺഗ്രസിലെ ഒരു നേതാവിനും ഇല്ല. ഈ കേരള കോൺഗ്രസിനെ CPM-നെ സ്വാഗതം ചെയ്തിരിക്കുന്ന അടൂർ പ്രകാശിന് പോലും ആ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ കോന്നി മണ്ഡലം ഇപ്പോൾ കോൺഗ്രസിന്റെ കയ്യിലല്ലേ ഇരിക്കാനുള്ളത്? ഇദ്ദേഹം അവിടെ നിരന്തരം പ്രവർത്തിച്ചു. പക്ഷേ ഇദ്ദേഹത്തിന് ശേഷം ഒരു പിൻഗാമി അവിടെ കൊണ്ടുവരാൻ കഴിയില്ലാത്തൊരു നേതാവാണ് ഈ അടൂർ പ്രകാശ്. അദ്ദേഹമാണ് ഈ CPM-നെയും CPI-യും കോൺഗ്രസിനെ സ്വാധീനം ഇങ്ങോട്ട്. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ക്ഷണിക്കും മുൻപ് ആ കോന്നിയിൽ പോയി എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന്റെ മണ്ഡലം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കണം. അദ്ദേഹം അവിടെ പോയി മത്സരിക്കുകയാണെങ്കിൽ ആറ്റിങ്ങിൽ നഷ്ടപ്പെടുകയും ചെയ്യും. അവിടെയാണെങ്കിൽ 3ാം സ്ഥാനത്തായിരിക്കും പോകാൻ പോകുന്നത്. ആ മണ്ഡലം എന്തായാലും സ്വാഭാവികമായി തന്നെ ഇദ്ദേഹം അവിടെ നിന്ന് മാറുകയാണെങ്കിൽ ആ മണ്ഡലം നാം തിരുവനന്തപുരത്ത് കാണുന്നത് പോലെ തന്നെ തിരുവനന്തപുരത്ത് കോൺഗ്രസും BJP-യും തമ്മിലുള്ള മത്സരമാണെങ്കിൽ ആറ്റിങ്ങലിൽ ഈ LDF-ഉം അതോടൊപ്പം തന്നെ BJP-യും തമ്മിലുള്ള കൃത്യമായ മത്സരമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.